ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് കർണാടകയിലെ കൂർഗിൽ പോകാൻ. കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ. ഞങ്ങൾ 6:45 യാത്ര സ്റ്റാർട്ട് ചെയ്തു. കാറിലായിരുന്നു യാത്ര. ഇടയ്ക്കൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. രാവിലെ ഇറങ്ങിയതല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. വീണ്ടും യാത്ര തുടർന്നു. അല്പം പോയപ്പോൾ അതാ റോഡിൽ നിറയെ കുരങ്ങന്മാർ. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര, അതും മോർണിംഗിൽ, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ കൂർഗെത്തി. അവിടുത്തെ KSRTC ബസ് മുന്നിൽ പോകുന്നു. കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചു. ഇത് കണ്ടോ, എത്ര മനോഹരമായ നെൽപ്പാടം, വിശാലമായ നെൽപ്പാടങ്ങൾ, നോക്കത്താ ദൂരം വരെ. നല്ല കാഴ്ചയാണിത്. പിന്നെ കുറേ ദൂരം അങ്ങനെ പോയി. റോഡിലൂടെ കുറേ ആട്ടിൻപറ്റം പോകുന്നത് കണ്ടു. ഞങ്ങളിപ്പോൾ ഗോൾഡൻ ടെമ്പിൾ എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയാം? നല്ല നീറ്റ് ആൻഡ് ക്ലീനും നല്ല അലൈൻമെൻറ്റിൽ ചെയ്ത ഗാർഡനുമാണ്. എത്രയോ ദൂരം വരെ വിശാലമായി കിടക്കുന്നത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ ടെമ്പിൾ. ഓരോ സന്ദർശകരെയും മറ്റൊരു ലോകത്തെത്തിക്കുന്നതാണ് ഇവിടെയെല്ലാം. ആകാശം മുട്ടെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോപുരമാണ് ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുക. ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികളാണ് ഇവിടെയുള്ളത്. കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കൂർഗിലെ ബൈലാകുപ്പയിലെ സുവർണ ക്ഷേത്രം. കുടക് നഗരത്തിലെ കുശൽ നഗറിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ബൈലാകുപ്പയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്. 1950-ൽ ചൈന ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് ടിബറ്റ് എന്ന കുഞ്ഞു രാജ്യത്തോട് തോന്നിയ പ്രണയം കാരണം ജനിച്ച നാടും വീടും എല്ലാം വിട്ട് മറ്റുള്ള പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് ടിബറ്റിലെ ബുദ്ധമതസ്ഥർ. ഇവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ മേലിലുള്ള ചൈനീസ് കടന്നുകയറ്റം സഹിക്കാൻ മേലാതെ 1959-ൽ ടിബറ്റിൽ നിന്നും കാൽനടയായിട്ടും കുതിരപ്പുറത്തുമൊക്കെ കയറി ഹിമാലയം വഴി ദലൈലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇന്ത്യയിലെത്തുകയുണ്ടായി. കുറേ പേർ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അഭയം തേടി. പിന്നീട് കുറച്ച് പേർ കർണാടക സ്റ്റേറ്റിലെ ബൈലാകുപ്പ എന്ന സ്ഥലത്ത് വന്നിട്ട് സെറ്റിൽഡായി. പിന്നീട് അവരിൽ പ്രമുഖൻ ഡ്രൺബംഗ് റിംപോച്ചെ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിക്കുകയുണ്ടായി. ഇവിടെ കുറേ സന്യാസിമാരെ കാണാം. ടെമ്പിളിൻ്റെ അകത്തും മനോഹരമായ ഗാർഡനുണ്ട്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു.
അവിടെ നിന്നിറങ്ങി പിന്നെ പോയത് നിസർഗധാമ എന്നറിയപ്പെടുന്ന വിശാലമായ പാർക്കിലാണ്. കൂർഗിലെ മറ്റൊരു വിസിറ്റിംഗ് പ്ലേസ് ആണിവിടെ. ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. നല്ലൊരു വൈബായിരുന്നു നടക്കാൻ. കുറേ ദൂരം വരെയുണ്ട് ഈ ബ്രിഡ്ജ്. ഉള്ളിലേക്ക് നടന്നാൽ മുഴുവൻ മുളം കാടുകളാണ്. ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. ഉള്ളിലോട്ട് നടന്നു. അവരുടെ പല കലാരൂപങ്ങളും ഉണ്ടായിരുന്നു. കുറെ കൂടി നടന്ന് ഉള്ളിലോട്ട് പോയി. ഇത് മറ്റൊരു കലാരൂപമാണ്. ബേർഡ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കയറി. എൻട്രി ഫീ ഉണ്ടായിരുന്നു അവിടെ. ധൈര്യമുള്ളവർക്ക് ചില ജീവികളെയൊക്കെ എടുക്കാൻ പറ്റും. അതിന് പ്രത്യേക ഫീ കൊടുക്കണം. കുട്ടികൾക്ക് കൗതുകകരമായ കുറേ പക്ഷികളുണ്ടായിരുന്നു. മാനുണ്ടായിരുന്നു. നമ്മളെ തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. കുറച്ച് സമയം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അടുത്തത് സിപ്പ് ലൈനാണ്. നല്ല ഭംഗിയുണ്ട് വരുന്നത് കാണാൻ. പിന്നീട് ട്രീ ടെൻറ്റിൽ കയറി. കയറാൻ നല്ല ഉത്സാഹമായിരുന്നു. ഇറങ്ങാൻ പണിപ്പെട്ടു. അടുത്തത് ഒരു റിവറായിരുന്നു. കുറേ പേർ അതിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോ എടുത്തു. നല്ല വിശപ്പ്. അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. 2:30 കാണും ടൈം. നല്ല ബിരിയാണി ആയിരുന്നു. തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചയാണത്. തിരിച്ചു വരുമ്പോൾ നൈറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.